നമസ്കാരം. സിവിൽ സർവീസ് നേടിയ ശ്രീധന്യയുടെ നേട്ടം കേരളീയർ ആഘോഷമാക്കുമ്പോൾ ആ നേട്ടത്തിന് താങ്ങും തണലുമായി നിന്ന അച്ഛൻ ഇടിമ്പയിൽ അമ്പലക്കൊല്ലി കോളനിയിലെ സുരേഷിന് ഇത് ജന്മസാഫല്യമാണ്. 9ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസവുമായി കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഒരു സാധാരണക്കാരൻ മാത്രമല്ല സുരേഷ്. നിത്യവും വായിക്കുന്ന 5 ദിനപത്രങ്ങളിൽ നിന്നും ലഭിച്ച ലോകവിവരമാണ് മകളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ അദ്ദേഹത്തിന് വഴികാട്ടിയായത്. ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർക്ക് പോലും കൈവരിക്കാനാകാത്ത സ്വപ്നതുല്യമായ നേട്ടത്തിലേക്കാണ് മകളെ സുരേഷ് കൈപിടിച്ചുയർത്തിയത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്, ചുവരുകളിൽ നിന്നും മണ്ണടർന്നു വീഴുന്നു, വാതിലുകൾ ദ്രവിച്ച് തീരാറായി, ജനലുകൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ടാണ് മറച്ചിരിക്കുന്നത്. സിവിൽ സർവീസിന് പഠിക്കുന്ന മകൾക്ക് പുസ്തകം സൂക്ഷിക്കാനോ വായിക്കാനോ മേശയോ കസേരയോ അലമാരയോ ഇല്ല. 11 വർഷം മുമ്പ് സർക്കാർ നൽകിയ പണി പൂർത്തിയാകാത്ത വീട്ടിലാണ് മാതാപിതാക്കൾക്കും ഇളയ സഹോദരനുമൊപ്പം ശ്രീധന്യ താമസിക്കുന്നത്. സുരേഷ് കൂലിപ്പണിക്ക് പോകുമ്പോൾ ഭാര്യ കമല തൊഴിലുറപ്പ് പണിക്ക് പോകും. കൂലിപ്പണി കഴിഞ്ഞെത്തിയാൽ പോലും സുരേഷ് വിശ്രമിക്കാറില്ല. വീടിനോട് ചേർന്ന പുൽക്കുടിലിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിൽക്കും. മകളുടെ പഠനത്തിന് തടസ്സമാകാതിരിക്കാനാണ് വീടിന് പുറത്ത് ഷെഡ് നിർമ്മിച്ച് രാത്രി പണിയെടുക്കുന്നത്. മൂത്ത മകൾ പാലക്കാട് കോടതിയിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിയാണ്. 8 വയസ്സുള്ള അർബുദ രോഗിയായ മകന്റെ ചികിത്സയ്ക്കും അവർക്ക് പണം കണ്ടെത്തണം. കഴിഞ്ഞ പ്രളയകാലത്ത് വീട്ടിൽ വെള്ളം നിറഞ്ഞത് ദിവസങ്ങളോളം ദുരിതത്തിലായിട്ടും യാതൊരു ആനുകൂല്യവും ലഭിച്ചില്ലെന്നും സുരേഷ് പറയുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ താല്പര്യമുള്ളതിനാലാണ് മകളെ സുവോളജിയിൽ PG എടുപ്പിച്ചത്. PhDക്ക് വിടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മകൾക്ക് താല്പര്യം സിവിൽ സർവീസ് ആണെന്നറിഞ്ഞതോടെ അത് അനുവദിക്കുകയായിരുന്നു. ആദ്യ വർഷം ജില്ലാ പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചുവെങ്കിലും 2ാം വർഷം സ്വകാര്യ സ്ഥാപനത്തിലായതിനാൽ സഹായം ലഭിച്ചില്ല. സന്മനസ്സുള്ള ചില ഉദ്യോഗസ്ഥരുടെ സഹായവും കടം വാങ്ങിയ 1.5 ലക്ഷത്തോളം രൂപയുമാണ് മകളുടെ പരിശീലനം പൂർത്തിയാക്കിയത്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.